മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചു. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. HIV ഭാഗം HIV സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്നൊരു സർവേയാണത്. അപ്പോൾ ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് ഒരു 10 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടേ നമുക്കവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലഹരി ഉപയോഗം അത് തെറ്റാണ്. ഒരേ സിറിഞ്ച് കൂടുതൽ പേർ ഉപയോഗിക്കുന്നതും തെറ്റാണ്. ഈ ഒരു വിപത്തിനെ എങ്ങനെ മറികടക്കാനാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ HIV ബാധ പടരുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. മലപ്പുറത്ത് മാത്രം ഇത്തരത്തിൽ 10 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വളാഞ്ചേരിയിലാണ് ഇത്തരത്തിൽ രോഗബാധ ഏറ്റവും കൂടുതൽ ഉള്ളത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മലയാളികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഒരാൾക്കായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പരിശോധന നൽകിയിരുന്നത്. പിന്നീട് അയാൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയും ഇയാൾ ഉപയോഗിച്ച ഈ സൂചി മറ്റുള്ളവർ ഉപയോഗിച്ചു എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കി ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ബാക്കിയുള്ള ആളുകൾക്ക് മറ്റു 9 പേർക്കും ഇത്തരത്തിൽ HIV ബാധ പടർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പകർന്നിട്ടുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഇതിന്റെ ചികിത്സ അടക്കമുള്ള മറ്റ് തുടർ നടപടികളും എല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ലൈംഗിക തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും എല്ലാം തന്നെ ഈ രീതിയിൽ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ ഇത്തരത്തിൽ സൂചി ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തുക എന്നുള്ളത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് മറ്റു ചില വകുപ്പുകൾ കൂടി ഏകോപിപ്പിച്ച് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നതാണ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. പ്രത്യേകിച്ച് പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും എല്ലാം തന്നെ സഹകരണവും അവരുടെ സഹായവും എല്ലാം തന്നെ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ 10 പേരും ഇപ്പോൾ സ്ഥിരീകരിച്ച 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് വേണ്ട ചികിത്സ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ ഉള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സൂചി ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം വ്യാപകമായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കൂട്ടമായി തന്നെയാണ് ഈ രീതിയിൽ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത്. എക്സൈസിന്റെ തന്നെ സർവേയിൽ 80% പേർ ഇങ്ങനെ കൂട്ടായ്മയിലൂടെയാണ് അല്ലെങ്കിൽ കൂട്ടായിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂട്ടായി ഉപയോഗിക്കുന്ന ആളുകളിലാണ്, സിറിഞ്ച് ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഈ രീതിയിൽ HIV വ്യാപിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ്. ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് ചേരും. DMO കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന 10 പേരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അനിൽ, മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ
HIV ബാധ. വളാഞ്ചേരിയിൽ 10 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പ് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.